ഹായ് എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു സിലബസ് ഡിസ്കഷൻ ആൻഡ് ഒരു ഓറിയന്റേഷൻ തരലാണ് ഞാൻ ഇന്നിവിടെ ആ, ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിലും അല്ലെങ്കിലും ഇനി ഫസ്റ്റ് ടൈം എഴുതുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. റൈറ്റ്, അപ്പൊ നമുക്ക് തുടങ്ങാം. സമയമൊന്നും കളയണ്ട. എങ്ങനെയാണ് കാറ്റഗറി 3 വരുന്നത്? ബേസിക്കലി ഹൈസ്കൂൾ ടീച്ചേഴ്സിനുള്ള എലിജിബിലിറ്റി ആണ്. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എക്സാം ആയിട്ടാണ് പരീക്ഷാ ഭവൻ ഇത് നടത്തുന്നത്. അപ്പോൾ 180 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 2.5 മണിക്കൂറായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക. 2.5 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 മിനിറ്റ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് ഒരു ചോദ്യം എഴുതാൻ മാക്സിമം എടുക്കാവുന്ന സമയം 1 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് അത് എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ടൈം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതിലൊരു തെറ്റുമില്ല. സോ മാക്സിമം 1 മിനിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് എത്ര എത്ര ചോദ്യങ്ങളാണ് 150 മാർക്കിൽ വരിക എന്നുള്ളത് നോക്കാം. പാർട്ട് 1 എന്ന് പറയുന്ന പേപ്പറിൽ 40 മാർക്കിനാണ് സൈക്കോളജി ചോദിക്കുക. അഡോളസെന്റ് സൈക്കോളജി ചോദിക്കും, തിയറീസ് ഓഫ് ലേണിംഗ് ചോദിക്കും, അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് 150 മാർക്കിന്റെ ടോട്ടൽ മാർക്കില് 40 മാർക്കിനാണ് നിങ്ങൾക്ക് സൈക്കോളജി ഉണ്ടാവുക. അത് നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഈ പരീക്ഷ വരിക. നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിന്റെ ഒരു ബുക്ക്ലെറ്റ് തരും. അത് സൈക്കോളജിയുടെ ആയിരിക്കും. അത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 30 മാർക്കിന്റെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ ഓരോന്നും ഓരോ ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. ഒരു ബുക്ക്ലെറ്റ് സൈക്കോളജിയുടെ ആയിരിക്കും, അടുത്തത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഹൈസ്കൂൾ ടീച്ചർ ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന 80 മാർക്കിന്റെ ചോദ്യങ്ങളുള്ള നമ്മളുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരിക. അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പെഡഗോഗി. അപ്പൊ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമല്ല ചോദിക്കുന്നത്. ആഫ്രിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ, ഏഷ്യൻ ലിറ്ററേച്ചർ, ബേസിക്കലി ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇത്രയും അടങ്ങുന്ന ഒരു സിംഹഭാഗമാണ് ഇവിടെ വരുന്നത്, 80 മാർക്കിന് വരുന്നത്. ഓക്കെ, 80 മാർക്കിന് പെഡഗോഗിയും ലിറ്ററേച്ചറും ലാംഗ്വേജും എല്ലാം കൂടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സൈക്കോളജി പഠിക്കരുത് എന്ന് ഞാൻ പറയില്ല. സൈക്കോളജിക്ക് ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയം കൊടുക്കരുത്. അതിനുപരിയായിട്ട് എന്ത് ചെയ്യുക? ഒരു മിനിമം ടൈം പാർട്ട് 1നും പാർട്ട് 2നും കൊടുത്തുകൊണ്ട് പഠിക്കുക. പാർട്ട് 3 ആണ് നിങ്ങൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ ആവാനല്ലേ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ലിറ്ററേച്ചറും അതുപോലെ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള പെഡഗോഗി ഏരിയയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ ആ 80 മാർക്കില്ലെങ്കിൽ നിങ്ങൾ കാണാതെ പോകും. നിങ്ങൾ 40-30 മാർക്കിന് വേണ്ടിയിട്ടായിരിക്കും പഠിക്കുന്നത്. മാക്സിമം 40 മാർക്കിന്റെ ചോദ്യം, 30 മാർക്കിന്റെ ചോദ്യം മുഴുവനും ശരിയാക്കിയാലും നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ പാർട്ട് 3 അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ സബ്ജക്ട് പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് മാർക്സ് അല്ലേ. ആകെ ഇതിൽ ജയിക്കാൻ വേണ്ടത് 90 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക്. ഓക്കെ, അപ്പോ 90 മാർക്ക് വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. റൈറ്റ്, ഇനി സൈക്കോളജി പാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്ന ഏരിയ, മെത്തേഡ്സ് ഓഫ് സ്റ്റഡി അഡോളസെൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, അതുപോലെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഡോളസെൻസ്. നിങ്ങൾ ഈ ഒരു പാർട്ടിൽ ഉത്തരം എഴുതുമ്പോൾ എപ്പോഴും ഒരു 12 തൊട്ട് 13 വയസ്സ് തൊട്ട് ഒരു 16, 17, മാക്സിമം 16 വയസ്സ് വരെയുള്ള കുട്ടികൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കുട്ടികൾ എങ്ങനെ ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യും. പിന്നീട് കിട്ടാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ തിയറീസ്, പിയാഷയുടെയും ബ്രൂണറിന്റെയും കോൾബർഗിന്റെയും ഒക്കെ തിയറീസ് വരുന്നത്. അത് നമ്മൾ പഠിക്കേണ്ടി വരും. റൈറ്റ്, അടുത്തായിട്ട് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ്. അവിടെ മെച്ചുറേഷൻ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഓക്കെ, ഗിഫ്റ്റഡ് എന്താണ്, അതുപോലെ തന്നെ ഐക്യു എന്താണ്, ഇതൊക്കെ ചോദിക്കുന്ന ഏരിയ. പിന്നീട് അതിൽ തന്നെ വരുന്നതാണ് നമ്മളുടെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗിലെ ആൾക്കാർ, തിയറിസ്റ്റുകൾ, തോണ്ടൈക്ക്, പാവലോവ്, ഗാഗ്നെ, ഗസ്റ്റാൾട്ട്, ഇതൊക്കെ അവിടെ ചോദിക്കും. പക്ഷെ ഇതൊക്കെ പാടെ ചോദിച്ചാലും 40 മാർക്കിനെ ചോദിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. റൈറ്റ്, അടുത്തത്
രണ്ടാമത്തെ ബുക്ക്ലെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് വേണ്ടിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ ചിലപ്പോൾ മലയാളമായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക, ഇംഗ്ലീഷ് ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന, ഇംഗ്ലീഷിന്റെ കാറ്റഗറി എടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്താൽ മതി. അതാണ് നമ്മൾക്ക് എളുപ്പം. മലയാളം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളണം നിർബന്ധമില്ല. അപ്പൊ ഇതിൽ അവതാരണം, ഗദ്യവും പദ്യവും വരുന്നുണ്ട്. അതുപോലെ ആശയവിനിമയം എന്ന് പറയുന്ന ഏരിയയിൽ വാക്യശുദ്ധിയെ നോക്കാനുള്ളത്, അതുപോലെ അർത്ഥബോധത്തോടെയുള്ള പദപ്രയോഗം എങ്ങനെ ഉപയോഗിക്കും, പദബോധം, അതുപോലെ സാന്ദർഭികമായും തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ്, ഇതിനെയൊക്കെ ചേർത്തിട്ട് വരുന്നുണ്ട്. അതുപോലെ ഭാഷാജ്ഞാനത്തിൽ ശൈലികള്, പഴഞ്ചൊല്ലുകള്, പ്രയോഗങ്ങളെല്ലാം വന്നിട്ടുള്ള 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരിക. ഇപ്പോ ഏതൊക്കെയായി? 40 മാർക്കിന്റെ സൈക്കോളജിയായി, 30 മാർക്കിന്റെ ഏതാ ലാംഗ്വേജിന്റെ പേപ്പറായി. ഇനിയാണ് നമ്മളുടെ ഏരിയ, ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയ കിടക്കുന്നത്. ഇത് ലാംഗ്വേജിൽ തന്നെയുള്ള അടുത്ത പാർട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ മലയാളത്തിന്റെ പറഞ്ഞു. ഇനി ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 30 മാർക്കിന് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അതിൽ 10 മാർക്കിന് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഏരിയ എന്നാണ് ചോദ്യം ചോദിക്കുക. അതായത് പാരഗ്രാഫോ ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാൻ പറയും. ഓക്കെ, അടുത്തത് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്. അതിൽ വൊക്കാബുലറി ചോദിക്കും, ഗ്രാമർ ചോദിക്കും, കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് ചോദിക്കും. ഇത്രയും ചേർന്നിട്ടാണ്. അതുപോലെ മൂന്നാമത്തെ ഏരിയ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ 10 10 10 മാർക്ക് വീതം 30 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ വരിക. അപ്പൊ 40 മാർക്കിന് സൈക്കോളജി ചോദിച്ചു, 30 മാർക്കിന് ലാംഗ്വേജ് ചോദിച്ചു. ഒന്നുകിൽ നിങ്ങൾ മലയാളമായിരിക്കും ലാംഗ്വേജിൽ എടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾ ലാംഗ്വേജിൽ എടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് കടന്നു. ഓക്കെ, അപ്പോൾ ഇനി ആണ് നമ്മളുടെ തേർഡ് കാറ്റഗറിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ സബ്ജക്ട് പേപ്പർ വരുന്നത് പെഡഗോഗി. പെഡഗോഗി പ്ലസ് ലിറ്ററേച്ചറിനാണ് നിങ്ങൾക്ക് തരുന്ന ബുക്ക്ലെറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കുക, 80 മാർക്കിനുള്ള ചോദ്യ പേപ്പർ. അതാണ് ഇംഗ്ലീഷ് ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ പറയുകയാണെങ്കിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, SOS അപ്രോച്ചുകളൊക്കെ അടങ്ങുന്നത്. അതുപോലെ ബൈലിംഗ്വൽ മെത്തേഡ്, അതുപോലെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്, ലേണർ അസസ്മെന്റ്, CCE, ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, അതുപോലെ ലാംഗ്വേജ് ലേണിംഗ് തിയറീസ്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എല്ലാം ഇതിൽ വരുന്നുണ്ടായിരിക്കും. ഇതാണ് പെഡഗോഗിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ. ലിറ്ററേച്ചറിന്റെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിനൊക്കെ നമ്മൾ ലിറ്ററേച്ചർ പ്ലസ് പെഡഗോഗിയുടെ ക്രാഷ് കോഴ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് അഡ്മിഷൻ എടുക്കാം. ഇപ്പൊ വരുന്ന എക്സാം ഫെബ്രുവരിയിലാണല്ലോ. അപ്പോൾ ഫെബ്രുവരി 15 വരെ നടക്കുന്ന ഒരു ഇന്റൻസീവ് ലിറ്ററേച്ചർ പ്ലസ് പെഡഗോഗി ബാച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ചേരാം. വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരിക്കുള്ളൂ, കാരണം അത് ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതെവിടെ നിന്നാണ് ഈ ലിറ്ററേച്ചറിന്റെ ഏരിയ തുടങ്ങുന്നത്? ഏർലി ലിറ്ററേച്ചർ, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, ചോസർ, അതുപോലെ തന്നെ റിനൈസൻസ്, എലിസബത്തൻ ഏരിയ, എലിസബത്തൻ പീരീഡ് അല്ലെ, അതുപോലെ തന്നെ സ്പെൻസർ, റെസ്റ്റോറേഷൻ പോയട്രി, ഓഗസ്റ്റിൻ ഏജ്, റൊമാൻറ്റിക് ഏജ്, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇതിൽ കാണാൻ പറ്റും. വിക്ടോറിയൻ പോയട്രി, അതുപോലെ വിക്ടോറിയൻ ഏജ് വരുന്നുണ്ട്, 20th സെഞ്ചുറി ലിറ്ററേച്ചർ വരുന്നുണ്ട്, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ ലിറ്ററേച്ചറും വരുന്നുണ്ട്, ഫിലിം സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ട്രാൻസ്ലേഷണൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ വരുന്നുണ്ട്. എന്താണ് ഫോണോളജി, എന്താണ് മോർഫോളജി, എന്താണ് ഫേസ് സ്ട്രക്ചർ, ഗ്രാമർ എന്താണ്, മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജിൽ ഗ്രാമർ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പൊ ഇത്രയും വലിയ ഒരു ഏരിയ ആണ് 80 മാർക്കിന് നിങ്ങളോട് ചോദിക്കുക. 80 മാർക്കിനാണ് ലിറ്ററേച്ചർ പ്ലസ് പെഡഗോഗി നിങ്ങളോട് ചോദിക്കുക. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഇത് അറിയാതെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. സോ ഇത് നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് നൽകുക. എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്തു ഒന്നും കൂടെ പറഞ്ഞുതരാം. സൈക്കോളജി 40 മാർക്ക്, മലയാളം ഓർ ഇംഗ്ലീഷ് 30 മാർക്ക്, പെഡഗോഗി പ്ലസ് ലിറ്ററേച്ചർ 80 മാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര എത്ര ഏരിയയിൽ നിന്ന് എത്ര എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എത്ര എത്ര മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടും എന്നുള്ളത് ആലോചിക്കുക. ഇനി പ്രധാനമായിട്ടും നമുക്ക് ഹൈ സ്കോർ വേണമെങ്കിൽ എങ്ങനെ പഠിക്കണം? ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മേജർ പീരീഡ്സ് വിത്ത് ഓതർ ആൻഡ് വർക്ക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതെന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. റൈറ്റ്. അതുപോലെ ലിറ്റററി ക്രിറ്റിസിസം, തിയറി ആൻഡ് മൂവ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ദാദായിസമോ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസമോ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ പെഡഗോഗി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്മളുടെ സബ്ജക്ട് പാർട്ടിൽ നിന്നാണ്. റൈറ്റ്. ഇപ്പോൾ ഒരു ചെറിയ ഓറിയന്റേഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പറയുന്നത്.
അതുപോലെ കോർ ഏരിയാസ് എല്ലാം വരുന്നുണ്ട്. ഓൾഡ്, മിഡിൽ, മേജർ പോയറ്റ്സ്, ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റ് എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞില്ല, പക്ഷെ ഏറ്റവും മേജർ ആയിട്ട് നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം അവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഏരിയയും വിടാൻ പറ്റില്ല. പിന്നെ PYQ വെച്ച് പഠിക്കുക എന്ന് പറയുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം PYQ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിഞ്ഞ PYQലെ ആൻസറും ചോദ്യങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇവിടെ വരാറില്ല. കാരണം കേഡറ്റിന്റെ ലെവൽ കുറച്ചും കൂടെ ഹയർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു സെറ്റിന്റെ സ്റ്റാൻഡേർഡിൽ ഒരു 10 ചോദ്യമൊക്കെ കഴിഞ്ഞ PYQ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് സ്റ്റാൻഡേർഡിലുള്ളത് സെറ്റിന്റെ. കാരണം സെറ്റിന്റെ എക്സാംസ് തന്നെ നെറ്റിന്റെ ലെവലിലാക്കിയിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. റൈറ്റ്. അപ്പോ പോയട്രി ചോദിക്കും, ഡ്രാമ ചോദിക്കും, നോവല് എല്ലാം ചോദിക്കും. അതുപോലെ കോമൺവെൽത്തിലെ ലിറ്ററേച്ചർ, അതുപോലെ വേൾഡ് ലിറ്ററേച്ചർ, ബേസിക്കലി ആഫ്രിക്കൻ ലിറ്ററേച്ചർ ചോദിച്ചേക്കാം, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ചോദിച്ചേക്കാം, എല്ലാം ചോദിച്ചേക്കാം. അപ്പൊ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഏരിയ വളരെ വിപുലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് പാർട്ട് വളരെയധികം ശ്രദ്ധിക്കുക, വളരെ നന്നായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കണം. തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഇനി ഇൻ കേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അധികം ദിവസം ഇട്ട് വലിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ കുറെ ദീർഘിക്കാതെ തന്നെ, ലോങ് ആയിട്ട് എടുക്കാതെ തന്നെ നമ്മൾക്ക് ഇന്റൻസീവ് ആയിട്ട് ഒരു 10-40 ദിവസം നമ്മുടെ മുമ്പിൽ കിട്ടും. 40 ദിവസം കൊണ്ട് ലിറ്ററേച്ചർ പെഡഗോഗി എന്ന് പറയുന്ന 2 പോർഷൻ, 80 മാർക്കിന്റെ പോർഷൻ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ അതുപോലെ തന്നെ പഠനകാലം ആശംസിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ യു.